ഹലോ, നമ്മളിന്ന് ഫിക്സ് ചെയ്യാൻ പോകുന്നത് കോളർ എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ഒരു കൺസീൽഡ് ബേസൻ മിക്സറാണ്. അപ്പോൾ അതിൻ്റെ ഫിക്സിങ്ങും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്നൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ കമ്പനി കോളറാണ്. അപ്പോൾ ഇത് ജാഗ്വറിലും ഇതേ മോഡൽ വരുന്നുണ്ട്, പക്ഷേ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ സ്ലിമ്മായിട്ടാണ് വരുന്നത്. പിന്നെ അതിൻ്റെ ഫിക്സിങ്ങുമായി ബന്ധപ്പെട്ട അതിൻ്റെ എല്ലാ മെഷർമെൻറ്റും അളവും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു കാറ്റലോഗ് ഉണ്ട്. ഈ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് ഫ്ലോറിൽ നിന്ന് എത്ര വെക്കണം, ബേസിൽ നിന്ന് എത്ര വിട്ട് വെക്കണം, എത്ര സെൻറ്റിമീറ്റർ ആണെന്നുള്ള കറക്റ്റ് അളവ് എല്ലാം മെൻഷൻ ചെയ്ത് മെഷർമെൻറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആർക്കും ഒരു അളവിൻ്റെ ഒരു ടെൻഷൻ വേണ്ട. അത് ബേസിൻ്റെ മേലിൽ നിന്ന് എത്രയാണ് വെക്കുക, അല്ലെങ്കിൽ ഫിനിഷിങ് ടൈലിൽ നിന്ന് എത്രയാണ് വെക്കുക എന്നുള്ള ഒരു ടെൻഷനും വേണ്ട. കറക്റ്റ് അളവ് നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ബ്രോഷർ കിട്ടും. ആ ബ്രോഷർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ അളവും ഉണ്ടാവും. അതെങ്ങനെയാണ് കൃത്യമായി ചെയ്യേണ്ടതെന്ന് വരെ അതിൽ കൃത്യമായിട്ട് ഓരോരോ ഫോട്ടോസും ഓരോ നമ്പർ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും, നമ്മൾ റോങ് ആയി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ വരെ അതിൽ ഇൻറ്റു മാർക്ക് ഇട്ടിട്ട് അത് ചെയ്യരുത് എന്ന് തന്നെ കറക്റ്റ് അതിൽ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ടാപ്പ് വരുന്നത്. ഇത് മിക്സറാണ് കേട്ടോ. വളരെ സ്ലിം എന്ന് പറഞ്ഞാൽ വളരെ സ്ലിമ്മാണ്. ഉള്ളിലൊക്കെ ഏകദേശം ഒരു ചെറിയ ഒരു നമ്മൾ ഒരു 1/4 ഇഞ്ച് എന്ന് പറയില്ലേ, അതായത് 1/2 ഇഞ്ച് വരെ ഉള്ളിൽ ഡേ ഉണ്ടാവില്ല, അത്രക്ക് ചെറുതാണ് ഉള്ളിൽ ഇത് വരുന്നത്. അപ്പോൾ ഈ ഡയമീറ്റർ കുറയുന്നതിനനുസരിച്ച് പ്രഷർ നമുക്ക് നല്ല പ്രഷർ, വെള്ളത്തിന് ഫ്ലോ അല്ല ഇതിലൊക്കെ. ഇങ്ങനത്തെ ടാപ്പിലൊക്കെ ഉദ്ദേശിക്കുന്നത് ഫോഴ്സാണ്. അപ്പോൾ ഫ്ലോ അളവ് കൂടുതൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ മോട്ടോർ വെച്ച് അടിക്കുന്ന സാധനങ്ങൾക്കാണ് നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കൂടുതൽ കിട്ടേണ്ടത്. ഈ ബാത്റൂമിലേക്ക് നമ്മൾ ടാപ്പ് സംബന്ധമായിട്ട് നമുക്ക് ആവശ്യം ഫോഴ്സാണ്, ഫ്ലോ അല്ല. അപ്പോൾ അതാദ്യം ആളുകൾ ഒന്ന് മനസ്സിലാക്കുക. ഫ്ലോയും ഫോഴ്സും രണ്ടും രണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഡയമീറ്റർ അതിൻ്റെ ഉള്ളിൽ ആ ഷാർപ്പായിട്ടുള്ള ഹോളാണ്. അപ്പോൾ ഏകദേശം 1/2 ഇഞ്ചിനെക്കാട്ടിയും താഴെയുള്ള ആ ഹോളിൽ കൂടെയാണ് വെള്ളം വരുമ്പോൾ വെള്ളത്തിന് ശക്തി കൂടും. അതുകൊണ്ടാണ് അത്രയും ഡയമീറ്റർ ചുരുക്കിയിടുന്നത്. അവിടെ നമ്മളൊരു 1 ഇഞ്ച് ഡൈ ആണ് കൊടുക്കുന്നത് വെച്ചാൽ വെള്ളം കുറേ അളവിൽ വീഴുന്നല്ലാതെ നമ്മൾ വിചാരിച്ച പ്രഷർ ആ വെള്ളത്തിന് ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ മെത്തേഡ് എങ്ങനെയാണ്? ഞങ്ങളൊക്കെ PPRലാണ് ചെയ്യുന്നത്. ഇത് ഹോട്ട് താഴേന്ന് കയറുന്നു, കോൾഡ് ഈ സൈഡിൽ നിന്നും കയറുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ മെത്തേഡ് വരുന്നത്? അപ്പോൾ നമ്മളിത് ചുമരിൽ കറക്റ്റ് വെട്ടി ഫിക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ വാട്ടർ ലെവൽ ചെയ്തിട്ട് വേണം ഇത് വെക്കാൻ. വെക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെരിവോ മറ്റോ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫൈനലി നമ്മളെ ടൈലിലൊക്കെ അത് ബാധിക്കും. അപ്പോൾ ഷെല്ലക്ക് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ത്രെഡ് സീൽ ചുറ്റിയാൽ മതി. നമ്മളിപ്പോൾ ഓൾറെഡി ഷെല്ലക്ക് ഇതിൻ്റെ കൂടെ വന്നതുകൊണ്ട്, ഇതിൻ്റെ കമ്പനി അയച്ചതല്ല, നമുക്ക് എഴുതി കൊടുത്തപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഷെല്ലക്ക് വെച്ചത് കൊണ്ട് നമ്മൾ ഈ ഷെല്ലക്ക് വെച്ച് ചെയ്തെന്നുള്ളൂ. ഷെല്ലക്ക് വെക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമുക്ക് വൈക്കിംഗ് പോലുള്ള നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ത്രെഡ് സീൽ ഒരു 2-3 റൗണ്ട് ചുറ്റിയാൽ മതി. അപ്പോൾ അളവുകളൊക്കെ നമ്മൾ നേരെ ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നോക്കുക. കറക്റ്റ് ഫിനിഷിങ് ടൈൽ എന്നുള്ള ലെവലായിരിക്കും കേട്ടോ, അളവായിരിക്കും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ഇതിന്നൊക്കെ നമ്മളെ തേപ്പ് കനം ഇതിൻ്റെ ടൈൽസിൻ്റെ കനമൊക്കെ കുറയ്ക്കാണ്ട് അതൊക്കെ കൂട്ടി കണ്ടിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഡിപ്പായിട്ട് വെട്ടിയിട്ട് നമ്മൾ കറക്റ്റ് തേപ്പ് പ്ലാസ്റ്റിങ് തൂക്കി തേച്ച പ്ലാസ്റ്റിങ് ആണെങ്കിൽ പിന്നെ വേറെ ഒന്നും നോക്കാനില്ല. ഗമ്മിൻ്റെയും ടൈലിൻ്റെയും കനം കറക്റ്റ് നോക്കിയിട്ട് നമ്മളിത് വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഹോട്ടും കോൾഡും ആണ്, നമ്മൾ നേരെ ഇത് പുറത്തേക്കാണ് അടിക്കുന്നത്. പിന്നെ ഇനി ചുമര് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് വരാനൊക്കെ ഉണ്ട്. അപ്പോൾ ക്ലയൻറ്റിന് ഒരേ നിർബന്ധം, മെഷർമെൻറ്റ് അളവിൽ ഒരു പൊടി അങ്ങോട്ടും ഇങ്ങോട്ടോ പോകാൻ പാടില്ല. അത് കൃത്യമായിട്ട് അവർ അളവ് തന്നിരിക്കുകയാണ്. ആ അളവിന് വെച്ച് നമ്മൾ എന്ത് ചെയ്ത് ഇത് സിമെൻറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് വരുന്നത് ഗമ്മും ടൈലും കൂടിയാണ്. ഏകദേശം ഒരു 2 സെൻറ്റിമീറ്ററിൻ്റെ അടുത്ത് ഗമ്മും ടൈലും കൂടി വരും. അപ്പോൾ ആ കണക്കിന് നമ്മൾ പിടിച്ച് നോക്കി, നമ്മളിതൊക്കെ റെഡിയാണെങ്കിൽ നമ്മൾ അളവ് പിടിച്ച് നോക്കുകയാണ്. അപ്പോൾ ഏകദേശം നമുക്ക് കറക്റ്റ് അളവായിരിക്കും കിട്ടുക. അല്ല, ഫിനിഷിങ് ടൈല് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ആ അളവിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഡൂമൊന്നും കൂടുതൽ അകത്തേക്കൊന്നും പോകില്ല.
അപ്പോൾ അങ്ങനെ നമുക്ക് ക്ലിയറായിട്ട് കിട്ടും. അപ്പോൾ ഇനി ഫൈനൽ ഫിറ്റിങ്സിന് നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ ചെറിയൊരു ഓർമ്മപ്പെടുത്തലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ ബാക്കി ഫൈനൽ ഫിറ്റിങ്സ് നമ്മൾ ചെയ്യുമ്പോൾ ഇതേമാതിരി വീഡിയോസ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആ ഫൈനൽ ഫിറ്റിങ്സിൻ്റെ ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ഗുഡ് ബൈ.